നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഏപ്രിൽ 19 ശനി എന്ന ഗ്രഹം മൂലം ചില രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത ശനിയാല് ശിവയോഗവും ചന്ദ്രനാൽ രവിയോഗവും രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇരു ഗ്രഹങ്ങളിൽ നിന്നുള്ള ശക്തി പ്രഭാവലയത്തിന്റെ സ്വാധീനത്തില് 5 രാശിക്കാർക്ക്, അതായത് 12 നക്ഷത്രക്കാർക്ക് ലക്ഷക്കണക്കിന് ജന്മങ്ങൾ എടുത്താൽ പോലും ലഭിക്കാത്തത്ര സൗഭാഗ്യങ്ങളാണ് വരാനിരിക്കുന്നത്. ഇനിയും വരുന്ന ഒരു മാസത്തിനുള്ളിൽ ജീവിതം ഇവർക്ക് കരക്കടുപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവരുടെ വിഷമങ്ങൾ അകറ്റി ജീവിതത്തിൽ സന്തോഷങ്ങൾ വർദ്ധിക്കുന്നതാണ്. അങ്ങനെയുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവർക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഇടവം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വന്നിരിക്കുന്നത്. ഇടവൻ രാശിയിലുള്ള കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ അരഭാഗവും ആണ് ഈ ഇടവം രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇടവം രാശിക്കാർക്ക് ഒരു തിരിഞ്ഞുനോട്ടവും ഇനിയും ആവശ്യമായി വരികയില്ല. എല്ലാം ഇവരിൽ നേട്ടങ്ങളായിട്ട് ഭവിക്കാൻ പോകുന്ന ദിനങ്ങളാണ് മുന്നിലുള്ളത്. സാമ്പത്തിക ബാധ്യതകളെല്ലാം അകലുവാന് ഇവർക്ക് യോഗം രൂപപ്പെടുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. പണ്ട് ലഭിക്കാതെ പോയ പല കാര്യങ്ങളും നിലവിൽ നേടിയെടുക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. വിജയം കൈവരിക്കാനുള്ള യോഗമെല്ലാം ഈ രാശിക്കാരിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. തൊഴിൽ രംഗത്തെല്ലാം ഇവര് ശോഭിക്കാൻ പോവുകയാണ്. ശമ്പളത്തിലൊക്കെ വൻ വർധനവ് ഇവർക്ക് ഉണ്ടാവുന്നതാണ്. കാര്യക്ഷമതയുടെ ഓരോ കാര്യങ്ങളും ഇവർക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാൻ ഇവർക്ക് യോഗമുണ്ടാവുന്നതാണ്. കുടുംബവുമായിട്ട് സന്തോഷകരമായിട്ട് ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. സമാധാനമെല്ലാം ഇവരിൽ വന്നെത്തുന്നതാണ്. പുതിയ ഭവനമൊക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ ഇവർക്കുണ്ടാവുന്നുണ്ട്. ഇതെല്ലാം നേടുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകയിരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ്. മിഥുനം രാശിക്കാർക്ക് ശിവയോഗത്തില് അനുഗ്രഹം വളരെയധികം ലഭിക്കുന്നതാണ്. ദാമ്പത്യത്തില് സന്തോഷവും സമാധാനവും എല്ലാം വന്നു ചേരുന്നതാണ്. സ്വന്തം വ്യക്തിത്വത്തിന് ചേരുന്ന പങ്കാളിയെ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ഇവരിൽ കുറയുന്നതാണ്. ശത്രുശല്യമൊക്കെ കുറയുന്നതാണ്. നിലവാരമുള്ള ജോലിയിലൊക്കെ പ്രവേശിക്കാൻ ഇവർക്ക് യോഗം ലഭിക്കുന്നുണ്ട്. ആഗ്രഹിച്ച കമ്പനിയിലൊക്കെ ജോലി ചെയ്യുവാൻ അവസരം ലഭിക്കുന്നതാണ്. ബാധ്യതകൾ അകറ്റാൻ കുടുംബക്കാരിൽ നിന്നുമെല്ലാം സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്റർവ്യൂകളിലൊക്കെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. ബിസിനസ്സിലെല്ലാം നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ്. നഷ്ടത്തിലായിരുന്ന ബിസിനസ് ലാഭത്തിലാക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. സ്വന്തം കഠിനാധ്വാനത്തിന് ഉചിതമായ ഫലം ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് ഉത്തരം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ അരഭാഗവും അടങ്ങുന്ന കന്നിരാശിക്കാർക്കാണ് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത്. ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുവാനുള്ള യോഗം രൂപപ്പെടുന്നതാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നിങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതാണ്. സഹപ്രവർത്തകരിൽ നിന്നും സഹപാഠികളിൽ നിന്നുമൊക്കെ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വയമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ പോകുകയാണ്. നഷ്ടപ്പെട്ട പണമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാനുള്ള യോഗം രൂപപ്പെടുന്നതാണ്. സാമ്പത്തികമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്ഥലം, വീട്, വാഹനമൊക്കെ വാങ്ങുവാനുള്ള യോഗം ലഭിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കുവാൻ യോഗം ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളാണ് നിങ്ങൾക്കിനി മുന്നിലേക്കുള്ളത്. ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കുംഭം രാശിക്കാർക്കാണ്. കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവുമാണ്. കുംഭം രാശിക്കാരുടെ വരുമാന മാർഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. ഐശ്വര്യമെല്ലാം ഇവർക്ക് വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ നിങ്ങളിൽ കുറയുന്നതാണ്. നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പഠനത്തില് വളരെയധികം മികവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പല സ്കോളർഷിപ്പുകളും ലഭിക്കുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന വിഷയങ്ങളിലെല്ലാം വളരെ മുന്നേറ്റമാണ് കാണുന്നത്. വിദേശത്തേക്ക്
പോകുവാനുള്ള പരിശ്രമമെല്ലാം ഫലം കാണുന്നതാണ്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. ശരിയായ ദിശയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മീനം രാശിക്കാർക്കാണ്. മീനം രാശിയിലുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയുമാണ്. ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം ഈ നക്ഷത്രക്കാർക്ക് വർദ്ധിക്കുന്നതാണ്. കുടുംബക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അനവധി കാര്യങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതാണ്. ദീർഘകാല വരുമാനത്തിനായിട്ട് പുതിയ നിക്ഷേപ പദ്ധതികളുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം നിങ്ങൾക്ക് അകന്ന് കിട്ടുന്നതായിരിക്കും. ശരിയായ വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. കുട്ടികളിൽ നിന്നും പങ്കാളിയിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല മേഖലയിലും വിജയം കൈവരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന വിഷയങ്ങളിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാവുന്നതാണ്. ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാത്തവരുടെ വിവാഹമൊക്കെ നടക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. കൂടാതെ മറ്റൊരു അറിയിപ്പ്, നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളും വിശേഷങ്ങളും അറിയുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.